നോക്കൂ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു അതെ. വിധിയാണല്ലോ. നോക്കൂ, അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരുട്ടടിയായിരുന്നു. അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം PMLA ആക്ട് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയ ഒരു ആക്റ്റാണ്. അപ്പോൾ അതൊരു മണി ലോണ്ടറിങ് കേസാണ്, ഒരു ജാമ്യവും കിട്ടാത്ത കേസാണ്. അങ്ങനെയൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസിൽ കുറ്റാരോപിതനായി ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഏതെങ്കിലും കോടതി ഏതെങ്കിലും സമയത്ത് രക്ഷിക്കാൻ വരും എന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല, നരേന്ദ്രമോദി പ്രതീക്ഷിക്കുന്നില്ല, അമിത്ഷാ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്ര ശക്തമായ ആക്റ്റാണ് ഈ PMLA ആക്ട് എന്ന് പറയുന്നത്. അതിൽ ജാമ്യം കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഇരുട്ടടി പ്രതീക്ഷിച്ചില്ല, ഒരു തീരുമാനം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ശക്തമായ ഇരുട്ടടിയായത്. നമ്മുടെ നാട്ടിൽ പറയാറില്ല, ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത ചില കേസുകളെന്ന് പറയും. ജയിലൊക്കെ ഇടിഞ്ഞു വീണാലും ചില കേസുകളിൽ പെട്ടിരിക്കുന്ന ആൾക്ക് പുറത്തു വരാൻ കഴിയാതെ പോകും. അത്തരത്തിലൊരു കേസിൽ കുടുക്കിയാണ് ഇദ്ദേഹത്തെ അകത്തിട്ടത്. എന്ന് മാത്രമല്ല, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങോട്ടേക്ക് ജാമ്യാപേക്ഷയുമായിട്ട് പോയിട്ടുമില്ല കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് അറസ്റ്റ് റദ്ദാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതിനെ പരിഗണിച്ച കോടതി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് കൂടി പരിശോധിക്കുന്നു. എന്താണ് ആ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ്? രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അത് ഈ ജനാധിപത്യ പ്രക്രിയ, ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. അവിടെ ഒരു സെർവിങ് ചീഫ് മിനിസ്റ്റർ, അയാളൊരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, അയാളൊരു ക്രിമിനലും അല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അക്യൂസേഷൻ മാത്രമാണ്, കുറ്റാരോപണം മാത്രമാണ്, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിൽ ശിക്ഷയും വിധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു വലിയ രാജ്യം ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത് ശരിയല്ല എന്നൊരു കോടതി തീരുമാനിച്ചതാണ് ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ 2024 തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വിധി ജൂൺ 4 വരുമ്പോൾ അത് NDAക്കും BJPക്കും നരേന്ദ്രമോദിക്കും എതിരായൊരു ജനവിധിയായി തീരുകയാണെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അതിൽ വഹിക്കുന്ന ഒരു നിർണായകമായ പങ്കുണ്ടായിരിക്കുന്ന തരത്തിലൊരു സംശയമില്ല. ആ വിധി ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഒരു പക്ഷേ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വിധിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ആ കോടതി എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെയും പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ നിയമവ്യവസ്ഥയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ BJPക്കാർ ആരോപിക്കുന്ന കണക്ക് ജഡ്ജിമാർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാഗം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഈ രാജ്യത്ത്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ആളുകൾക്ക് വളരെ കൺവിൻസിംഗ് ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നതിൻ്റെ അന്തസത്ത തന്നെ ജനാധിപത്യമാണെന്നും ആ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ പ്രക്രിയ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാർ കുറ്റം ആരോപിച്ച് അകത്തിട്ടതിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നും വിചാരിക്കുന്നത് അങ്ങേറ്റം ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവമാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഇമ്പാക്റ്റ് നോക്കൂ. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രചാരണം തുടങ്ങുന്ന ഏക നേതാവ് നരേന്ദ്രമോദിയാണ്, അല്ലേ? അദ്ദേഹം എവിടെ പോയാലും ആദ്യം തന്നെ എല്ലാവരെയും കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കും. ഇടയ്ക്കൊക്കെ ചില പ്രചാരണ യോഗങ്ങളിൽ അമിത്ഷായും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡിയാണ് അതിൻ്റെ ഒരാൾ. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം പറയും, എല്ലാവരെയും കൊണ്ടും അത് ഏറ്റുവിളിപ്പിക്കും. എന്നിട്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ. പിന്നെ അദ്ദേഹം ഇന്ന് ആദ്യം പോയത് ഹനുമൻ ക്ഷേത്രത്തിലാണ്, രണ്ടാമത് പോയത് ശിവക്ഷേത്രത്തിലാണ്, മൂന്നാമത് പോയത് ശനി ഭഗവാന്റെ ക്ഷേത്രത്തിലാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം പോയതിനു ശേഷമാണ് വന്നിരിക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിനെ അനുകൂലിക്കുന്ന ആളേ അല്ല. ഭാരത് മാതാ കി ജയ് പറയുന്നതോടൊപ്പം തന്നെ ഇൻക്ലാബ് സിന്ദാബാദും പറയും. അത് പറയും. പക്ഷേ ഈ പറയുന്ന ഒരർത്ഥത്തിൽ നോക്കൂ, നമ്മൾ എതിർക്കുന്ന ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളെ ഉപയോഗിച്ച്, ദൈവങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണത്തിനെ എതിർക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ ചില പിന്തിരിപ്പൻ ആശയങ്ങൾ പോലും ചില പുരോഗമനപരമായിട്ടുള്ള ഒരു വഴി തുറക്കാൻ സഹായിക്കുമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്തവരാണല്ലോ കേരളത്തിലെ സോഷ്യലിസ്റ്റുകളും RSSകാരും. അങ്ങനെ ചരിത്രമില്ലേ? കാരണം വെച്ചാൽ ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ഈ ബാബു ജഗജീവൻ റാമും ജയപ്രകാശ് നാരായണനും LK അദ്വാനിയൊക്കെ ഒറ്റ സെല്ലിലാണ് കിടന്നിരുന്നത്. അന്ന് ആ പോരാട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടി പ്രവർത്തിക്കുകയും രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിച്ച് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടൊരു പോരാട്ടം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജനസംഘവുമായി ഒത്തുചേർന്നിട്ടുള്ള ആളുകളാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളും ഐക്യപ്പെട്ടിട്ടുണ്ട്. അതൊരു യോജിച്ച സമരമായിരുന്നു, അത് ഏകാധിപത്യത്തിനെതിരായിട്ട് സമരമായിരുന്നു. അതുകൊണ്ട് ചില കാലഘട്ടങ്ങളിൽ ഈ പിന്തിരിപ്പനായ ആശയങ്ങൾക്ക് ചില പുരോഗമനപരമായ പങ്കുവഹിക്കാൻ
പറയാനുണ്ടാകും. ഞാൻ ഒരു പിന്തിരിപ്പൻ പാർട്ടിയാണ് പിന്നെ ആം ആദ്മി പാർട്ടി എന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ രീതികൾ എന്ന് പറയുന്നത് അവർ നിശ്ചയമായും ഈ പറയുന്ന ഹൈന്ദവ പിന്നെ ബിംബങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഹൈന്ദവ ദേവതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒക്കെയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ നിന്നൊരു വലിയ വ്യത്യാസം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അവർ വർഗീയ കലാപം ഉണ്ടാക്കില്ല, മതത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലില്ല, ഡിവിസീവായ പൊളിറ്റിക്സ് അവരുടെ ആശയമേ അല്ല. രാജ്യത്ത് ഈ പറയുന്ന മതേതരത്വം നിലനിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സംശയം വേണ്ട, ഇനി നടക്കാനിരിക്കുന്ന ഈ പറയുന്ന മെയ് 25-ാം തീയതി നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇന്നത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പെർഫോമൻസിൽ നിന്ന് അത് മനസ്സിലാക്കിക്കോളൂ. 7 സീറ്റും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കൈയടക്കിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പഞ്ചാബിൽ 13 സീറ്റിൽ 13 സീറ്റും പിന്നെ ആം ആദ്മി പാർട്ടി കൈയടക്കിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പകരം ഹരിയാനയിൽ 10 സീറ്റിൽ 7-8 സീറ്റ് കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമില്ല. 30 സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 25 സീറ്റുകൾ വരെ ഇപ്രാവശ്യം ഈ 30 സീറ്റുകൾ, അതായത് ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഞാനൊരു പ്രവചനം നടക്കാൻ പറയുകയാണ്. ഹരിയാന, പഞ്ചാബ്, ഡൽഹിയിലെ 30 സീറ്റുകളിൽ 25 സീറ്റുകൾ വരെ ഈ പറയുന്ന കോൺഗ്രസ് ആം ആദ്മി സഖ്യം നേടിയെടുത്താൽ അത്ഭുതപ്പെടാനില്ല. അവിടെ അത് അവസാനിക്കത്തില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകും, അത് ഉത്തർപ്രദേശിലേക്ക് പോകും, മഹാരാഷ്ട്രയിലേക്ക് പോകും, ബീഹാറിലേക്ക് പോകും. ഇനി ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് അരവിന്ദ് കെജ്രിവാൾ വരും. പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ രാഷ്ട്രീയം പറയുന്നതിലൊട്ടും പിന്നിലല്ല. പക്ഷേ അവർ പറയുന്നത് ഈ പറയുന്ന വലിയ റിയാലിറ്റിയൊക്കെയാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിൻ്റെ മതേതരത്വ അപകടത്തിലായിരിക്കുന്നു, CAA കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടാണ്, രാമജന്മഭൂമിയുടെ വിഷയം പറയുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന സാധാരണക്കാരന്റെ ഭാഷയാണ് മേരക്കോ എന്നൊക്കെ പറയുന്നത്. അതാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഈ പറയുന്ന ഈ ബൊഫേഴ്സ് പിന്നെ വലിയ കുംഭകോണം ഉണ്ടായല്ലോ. ഈ ബൊഫേഴ്സ് കുംഭകോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആൾക്ക് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒരു ഗ്രാമീണനായ മനുഷ്യൻ്റെ മുമ്പിൽ പോയിട്ട് ബൊഫേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ അഴിമതി രാജീവ് ഗാന്ധി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ആൾക്ക് മനസ്സിലാവണമെന്നില്ല. അന്ന് VP സിംഗിൻ്റെ പ്രചാരണത്തെക്കുറിച്ച് രസകരമായൊരു സംഭവം ഉണ്ട്. VP സിംഗ് ഈ പ്രചാരണം നടത്താൻ പോകുമ്പോൾ, പിന്നീട് രാജീവ് ഗാന്ധിക്ക് ശേഷം VP സിംഗ് ആണല്ലോ അധികാരത്തിൽ വരുന്നത്, VP സിംഗ് പ്രചാരണം നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലൊരു തീപ്പെട്ടി കരുതിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ തീപ്പെട്ടിയുമായിട്ടാണ് അദ്ദേഹം പോവുക. എന്നിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തീപ്പെട്ടി പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പറയും, ഇതിന് 10 പൈസയേ ഉള്ളൂ, ഈ തീപ്പെട്ടിക്ക് 10 പൈസയേ ഉള്ളൂ. നിങ്ങൾ ഈ 10 പൈസ കൊടുത്തിട്ട് ഈ തീപ്പെട്ടി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് 3 പൈസ സർക്കാരിന് പോകുന്നുണ്ട്. ആ 3 പൈസയാണ് ഈ രാജീവ് ഗാന്ധി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ എന്ന് പറയുമ്പോൾ തീപ്പെട്ടി ഇല്ലാത്തൊരു വീടുമില്ലല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് VP സിംഗ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയത്. തീപ്പെട്ടിയിൽ നിങ്ങൾ 10 പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തീപ്പെട്ടിയുടെ അതിൻ്റെ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയ ഒരാളാണ് ഈ രാജീവ് ഗാന്ധി എന്നുള്ള നിലയ്ക്കാണ് അന്ന് VP സിംഗ് ഈ പ്രചാരണം ആസൂത്രണം ചെയ്തത്. ഇത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു തീ പോലെ പടരുകയും ചെയ്തു. അവിടെയാണ് ഈ ബോഫേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ തോക്കാണെന്നോ അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ രാജീവ് ഗാന്ധി അടിച്ചുകൊണ്ട് പോയെന്നോ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആളുകൾക്ക്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നരേന്ദ്രമോദിക്കാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ നാളെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന അമിത്ഷായാണെന്ന് പറയുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൗശലത്തോടു കൂടി ഇനി ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ നന്നായി പ്രചരണം നടത്തുകയും അതൊരു വലിയ ഇമ്പാക്റ്റ് ആകുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ഇരുട്ടടി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠം സ്വമേധയാ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർണായകമായൊരു തീരുമാനമെടുത്തുകൊണ്ട് വലിയൊരു അടി ഈ സർക്കാരിന് നൽകി എന്നുള്ളതുമാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. Meet the editors.